പാദ്രി പിയോ കുർബാന അർപ്പിക്കുമ്പോൾ ആ കുർബാനയിൽ 40,000 പേരൊക്കെ ഒരുമിച്ച് വരുമായിരുന്നു. തലേ ദിവസം വന്നിട്ട് ആ പരിസരത്തൊക്കെ കിടന്നുറങ്ങും. എന്തിനാ? കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. കുർബാന എത്ര മണിക്കൂറാണെന്ന് അറിയാം? ചിലപ്പോൾ 3 മണിക്കൂറൊക്കെ എടുക്കും. ചില സമയത്ത് അപ്പത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് വന്ന ഈ ക്രിസ്തുവിന്റെ ശരീരം എങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക. 10, 20, 30, 40 മിനിറ്റൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നിട്ടുള്ളതാണ്. അപ്പൊ അതിന് ചുറ്റുമുള്ള ആൾക്കാരെ, ദൈവമേ ഇത് താഴത്തേക്ക് വെക്കല്ലേ, കുറച്ചു നേരവും കൂടി ഞങ്ങൾ ഇതിനെ നോക്കി നിൽക്കാനുള്ള കൃപ നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ചുറ്റും നിൽക്കുക. ഒരു ദിവസം ഈ പാദ്രി പിയോയുടെ ആശ്രമത്തിലെ ആശ്രമ ശ്രേഷ്ഠൻ പാദ്രി പിയോയോട് പറഞ്ഞു, പാദ്രി പിയോ, നാളെ മുതൽ കുർബാന പൊതുവായിട്ട് ചെല്ലണ്ട, വ്യക്തിപരമായിട്ട് ചെല്ലുക. പിറ്റേ ദിവസം രാവിലെ സുപ്പീരിയർ ജനറൽ പറഞ്ഞതനുസരിച്ച് വ്യക്തിപരമായ ചാപ്പലിൽ ഒറ്റയ്ക്ക് ബലിയർപ്പിച്ചു. ആളുകൾ പാദ്രി പിയോ അന്വേഷിച്ചു വന്നു. അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, പാദ്രി പിയോ ഇവിടെയില്ല, കുർബാനയൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. ദിവസങ്ങളോളം ആളുകൾ ഈ പാദ്രി പിയോയെ അന്വേഷിച്ച് നടന്നു. പാദ്രി പിയോ പുറത്ത് പ്രത്യക്ഷപ്പെട്ടില്ല. പാദ്രി പിയോ ആ ആശ്രമ ശ്രേഷ്ഠൻ പറഞ്ഞതനുസരിച്ച് വ്യക്തിപരമായ ചാപ്പലിൽ പ്രാർത്ഥനയും പരിത്യാഗവും ബലിയുമായി കഴിച്ചുകൂട്ടി. പാദ്രി പിയോ ചെയ്ത ഒരു പ്രവൃത്തി ഒന്ന് ആലോചിച്ചു നോക്കി. തൻ്റെ അധികാരി എന്താണോ പറഞ്ഞത് അത് അതേപടി, അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ ഒന്നും അന്വേഷിക്കുന്നില്ല. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തെ ചെറിയൊരു ചാപ്പലിലേക്ക് ഈ പാദ്രി പിയോ ഒതുക്കുക. സഭയോട് ചേർന്ന് നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സഭയോട് ചേർന്ന് നിന്നില്ലെങ്കിൽ നിന്റെ ജീവിതം അട്ടിമുട്ടി നാശത്തിലേക്ക് വീഴും എന്ന വലിയൊരു പ്രഖ്യാപനമാണ് പാദ്രി പിയോ നമുക്ക് നൽകുന്നത്.